അമ്പാടി പയ്യുകൾ മെയ്യും കാണാ തീരത്ത് അനുരാഗം ഗന്ധർവൻ. കിട്ടോ കിട്ടും. അതിനുണ്ട് ഈ സ്ഥലം പാണിയേലിക്കടുത്തുള്ളൊരു കടവാണ്. ഇവിടെ അടുത്തൊരു മേളത്തിന് വന്നതാ. പക്ഷെ ഒരു മണ്ടത്തരം പറ്റി, തോർത്ത് മറന്നുപോയി. ഈ ചൂടത്ത് എന്തായാലും എൻ്റെ ഈ പുറകെ കാണുന്ന പുഴയിൽ കുളിക്കാൻ ആർക്കാ കൊതിയില്ലാതെ. പക്ഷേ തോർത്ത് മറന്നുപോയി. അപ്പോൾ ഇപ്പുറത്തൊരു കടയുണ്ട്, ഒരു 1/2 കിലോമീറ്റർ നടന്നായെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി പോയി ആ തോർത്തും മേടിച്ച് കുളിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാലോ. എന്ത് രസമുള്ള വഴിയല്ലേ. കാണാം ഈണം പാടും നല്ലേ തണുപ്പുണ്ട് ഇവിടെ. ടൗണിലുള്ളവരൊക്കെ ഇപ്പോൾ ചൂട് അനുഭവിക്കാമെന്നറിയാം. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഇതുപോലെ ഇത്രയും മരങ്ങൾ ഇതുകൊണ്ട് ഇവിടെ തണുപ്പ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും ചൂട് തന്നെ ഒരു രക്ഷയില്ല. ഈ ചൂടത്ത് വേറെ ഒന്നും പറയാനുമില്ല. അക്രമമായ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ഇങ്ങനെ ചൂടാവാൻ തുടങ്ങിയാൽ നമ്മളിപ്പോൾ മനുഷ്യരെന്ത് ചെയ്യും? തണുക്കാനായിട്ടുള്ള മഴ എത്രയും പെട്ടെന്ന് പെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജൂൺ വരെ കാത്തിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് രക്ഷയുള്ളൂ. അല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ നമുക്ക് എത്ര ചൂട് വന്നാലും താഴേക്ക് വരുന്നില്ല. ഈ കടവൊക്കെ എങ്ങനെയാണ് നോക്കിയത്. ഹൈ ഹൈ ഹൈ. എന്താ ഒരു വിഷ്വൽ ബ്യൂട്ടി. നല്ല തണുപ്പുള്ളത്. ഞാൻ ഇത്തിരി മുമ്പൊന്ന് ഇത്തിരി നേരം വെള്ളത്തിൽ ചവിട്ടിയിട്ട് അങ്ങോട്ട് നടന്നേ. അപ്പം എന്തായാലും പോയിട്ട് അത് മേടിച്ചോണ്ട് പറ്റേ. ഈ വഴി നല്ല രസമല്ല. എന്തോരം നടന്നാലും നമുക്ക് മടുക്കില്ല. റോട്ടിൽ കൂടി നടക്കണ മാതിരിയല്ലോ കാനനപ്പാതയിലൂടെ നടക്കുന്നത്. പശുക്കളെയൊക്കെ മേയാൻ വിട്ടുണ്ടാവും. പശുക്കളൊക്കെ ചിലപ്പോൾ വരും. അവിടെ ഒരു പൂവാണുണ്ടല്ലോ. 2 വഴി കാണുന്നുണ്ട്. കേട്ടോ, പൂവ് ഏതാണെന്ന് നോക്കാം നമുക്ക്. പൂവേ പൂവേ പാലപ്പൂവേ. ഇവിടെ റിസോർട്ട് കാണുന്നുണ്ടല്ലോ. അമ്പോ, ഇവിടെ വലിയൊരു റിസോർട്ടുണ്ട്. കാണിക്കാം കേട്ടോ. പൂവ് എങ്ങനെയുണ്ട് നോക്കിയാൽ മതി. റിസോർട്ട് കാണിച്ചു തരട്ടെ. റിസോർട്ടിൻ്റെ പേര് കേട്ടോ. ഈ റിസോർട്ട് എനിക്കറിയാം. അതായത് ഈ റിസോർട്ടിൽ ഞാൻ വന്നിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യണ പച്ചക്കറി കടയിൽ നിന്ന് നമ്മൾ പച്ചക്കറി കൊടുത്തുകൊണ്ടിരുന്നവർക്ക് വിസ്പറിങ് വാട്ടേഴ്സ് ഓക്കെ. അപ്പോൾ അതിനകത്തൊരു ചേട്ടനെ വിളിച്ചു നോക്കി അറിയാപ്പേ. ആഹാ, നൈസായിട്ട് കേട്ടോ. കാട്ടിൽ എന്താ പറയണേ, പുഴയിനോട് ചേർന്ന് ഇവർ നമ്മുടെ അടുത്ത് വരാനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ മുതലാളിമാരൊക്കെ ഒരു ദിവസം വന്നത്. എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു ഒന്ന്. കൊള്ളാം. ആഹാ, അടിപൊളി. വീണ്ടും വെള്ളത്തിൽ കൂടി നടക്കാം. വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ കാലിലേക്ക് അവിടെ തണുപ്പ് ചെല്ലുമ്പോണ്ടല്ലോ. നമ്മളിപ്പോൾ നിലവിൽ തോർത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പക്ഷേ ഈ വഴി നല്ല രസമായതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. തോർത്ത് മേടിക്കുമ്പോൾ കുളിക്കാം. ഈ വെയിലത്ത് പിന്നെ എന്താ ചെയ്യാം? സുട്ട് കളിക്ക്. പശുവിനെയും കൊണ്ട് പോയൊരു ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ്റെ കടയിലുണ്ട്, മോൻ പോയി മേടിച്ചോന്നാണ്. കാര്യം ആ ചേട്ടൻ്റെ തലയിലിരിക്കുന്ന തോർത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ തന്നായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ നടന്നു വരാൻ പറ്റില്ലായിരുന്നു. ഒന്ന് നഷ്ടപ്പെടുന്നത് മറ്റൊന്ന് കിട്ടാനായിരിക്കണമല്ലോ. അങ്ങനെ ആവണമല്ലോ, അങ്ങനെ ആകുമല്ലോ. ഇവിടെയൊക്കെ മറ്റേ ഫെൻസിങ് ഇട്ടേക്കാ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറേണ്ടി വരും. ഫെൻസിങ്ങിൻ്റെ ഉള്ളിൽ കൂടി വരുമ്പോൾ ടച്ച് ചെയ്യരുത്. കാരണം
ടച്ച് ചെയ്തെന്ന് ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം എടുത്തിട്ടുണ്ടാവില്ല. ഏത് കടയിലുള്ളതെന്ന് നമുക്കറിയില്ല. അവിടെയാണെന്ന് നോക്കാം നമുക്ക്. അത്യാവശ്യം നടന്നു കേട്ടോ. വണ്ടി അപ്പുറത്തിലാക്കാണ്, എന്തോരം ദൂരത്തിലാണ്. പുറത്ത് മേടിക്കാനേ നടന്ന് പാണിയേലി എത്തി. അതായത് പാണിയേലി പോര് അടിപൊളി. അതായത് വിസ്റ്റേഴ്സ് എന്ന സ്ഥലം. ഇതൊരു മലയാറ്റൂർ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ട്. എന്താ കാട്ടിക്കുടി നടന്ന പറഞ്ഞില്ല ഇത്രയും ദൂരം നടന്നത്. 1/2 കിലോമീറ്റർ വേണ്ട 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. ഇനി തിരിച്ച് നടക്കണം. വേണ്ട കേസ് തോർത്ത് മേടിച്ചു കേസ്. ഇനി പെരിയാറിലൊരു കുളി. ആഹാ, ടൗണിലുള്ള എല്ലാവരും കൊതിക്കുന്നുണ്ടാവും പുഴയിലൊന്നും മുങ്ങാൻ. കുറേ പേര് വന്നിട്ടോ. ഇപ്പോൾ തന്നെ തൃശ്ശൂർ, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, അങ്ങനെ ഒരുപാട് എടുത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. മലയാറ്റൂർ സീസണും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായി. ഇനി എനിക്ക് നിസ്സാര സമയമുള്ളൂ. ഉടനെ തന്നെ ചെല്ലണം. ചാടിയിട്ട് വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്. നാട്ടുവഴി. ആഹാ, മറ്റേ എന്താ ചെമ്മിപ്പുളിയും ഉണ്ട്, ചീമക്കൊന്ന. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. അവിടെ ഒരു സ്ഥലത്തേ കുറച്ച് പിള്ളേർ ഇരിപ്പുണ്ട്. അവിടെ ചെറിയ ഈ ടയറൊക്കെ കെട്ടിയിട്ടുള്ള സെറ്റപ്പ്. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റുമോ നോട്ടെ. പിള്ളേരോട് ചോദിച്ചോട്ടെ അവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവരുന്നല്ലോ. നമ്മളേ ഇവിടെ കടവിലെത്തിയൊക്കെയാണ്. ഇവിടെ നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കെട്ടിയിട്ടതാണോ ഈ സാധനം? ഇന്നോട്ടൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? എന്നൊരു 11 മണിക്കൂടെ കെട്ടിട്ടുണ്ടെന്ന്. തൃശ്ശൂരിൽ നിന്ന് 3 പിള്ളേർ അവിടെ വന്ന് നടപ്പുണ്ട്. അതിനകത്ത് നല്ല രസമായിരിക്കൂല തൂങ്ങി ചാടാനൊക്കെ. ആഴമുണ്ടോ അവിടെ? അതിനകത്ത് തൂങ്ങി ചാടാല്ലേ? തൂങ്ങി ചാടട്ടെ ചേട്ടാ. 11:30 കൊട്ടാൻ പോകാനുള്ള എണ്ണ. അതെ, ഞങ്ങൾ ഈ പുഴയുടെ അടുത്ത് താമസിക്കുന്നവരുടെ പ്രത്യേകതയാണ്. കണ്ടാ, കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എന്നിട്ട് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുള്ളൂ. ഇവരെ കണ്ടുകൊണ്ട് സോപ്പൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി. സോപ്പൊക്കെ തരല്ലേ? മുട്ടനെ കാണിച്ചു കൊടുക്കും വഞ്ചിയില്. ചിന്തിച്ചത് മുട്ടനെ കാണിച്ചു കൊടുക്കാം. അയ്യോ, ചൂടത്ത് ആരും കൊതിക്കണതല്ലേ? ഇറങ്ങണല്ലേ? ഹലോ, ഇറങ്ങടാ. പോയുണ്ട്. എൻ്റെ അമ്മ സൂപ്പർ. ഓണിയൊന്നും തുറക്കില്ല, അവരുടെ പള്ളിയിൽ പെരുന്നാളാ. പൊട്ടത്തലേക്ക് അടുത്ത് തടുത്തു. ഓക്കെ, ആരത്? പിള്ളേരുടെ കയ്യിൽ കംപ്ലീറ്റ് വില കൂടിയ ഫോണാണ്ടാവും. ഒരാളുടെ കയ്യിൽ സാംസങ്, ഒരാളുടെ കയ്യിൽ ആപ്പിളിന്റെ പ്രോ അല്ലേ? 17 പ്രോ. ഞാനെന്നെ വെറുതെ അവൻ വന്ന കസ്റ്റമറുടെ ഏതൊരു കസ്റ്റമറാ ശരിക്കും ലക്കിയാണ്ടാ ഇത്രയും നല്ലൊരു പുഴ ഉള്ളത്. ആദ്യം തട്ടി നോക്കുന്നു. നമ്മള് വ്ലോഗ് ചെയ്തേക്കണ കണ്ടേക്കുന്ന ഒരു ചേട്ടനാണിത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടൻ പേരനാ? അതെ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കൂട്ടുകാരെ, കുളി മനോഹരമായി. ഈ കുളിയിൽ നിന്നും എനിക്ക് കിട്ടിയത് 6 ഫ്രണ്ട്സിനെ.
അപ്പോൾ ഇവരോടൊക്കെ ടാറ്റ ബൈ പോവാണ്. അപ്പോൾ ടാറ്റ, വീണ്ടും കാണാം. അങ്ങോട്ട് വന്നെ മേളത്തേക്ക് ഇല്ല, ഫുഡിന്റെ സമയത്ത് ഫുഡിൻ്റെ സമയത്ത്. ഓക്കേടാ, അവന് പരിപാടി സ്ഥലത്തേക്ക് ഫുഡിൻ്റെ സമയത്ത് വരാത്. അപ്പോൾ ശരിയാന്നാട്ടാ, വീണ്ടും സന്ധിക്കില്ല, കാണുമ്പോൾ കാണാം. ഓക്കെ, കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷേ ചലഞ്ച് ഉണ്ട്, എന്തെങ്കിലും മടിയില്ല. ഓക്കേടാ, ശരി. അടിപൊളി, എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. അവരുടെ സന്തോഷങ്ങളിലേക്ക് എൻ്റെ സന്തോഷം കൂടി ചേർക്കാൻ കഴിഞ്ഞതിൽ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഈ നിമിഷം ഇതിത്രയേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ ഇതിലും മനോഹരമാവട്ടെ. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ. വീണ്ടും ഞാൻ വന്ന വഴി, ആ കാട് വഴിയില്ലേ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ കേട്ടാണ് പോട്ടെ. ഓക്കെ, അപ്പോൾ ബൈ ബൈ.